നമസ്കാരം. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അപ്പൻ കട്ടിലൊഴിയുമ്പോൾ മണ്ഡലം പതിച്ച് കിട്ടപ്പെടുന്ന നെപ്പോ കിട്ടല്ല സതീശൻ. അദ്ദേഹം ഓരോന്നും എതിരാളികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതുവരെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന പറവൂർ പിടിച്ചെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശൻ നിയമസഭാ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത്. 1996 പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശന് സീറ്റ് കിട്ടി. യുവാക്കൾക്ക് പ്രാധാന്യം നൽകാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഇത്. വി.ഡി. സതീശന്റെ പേര് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിർദ്ദേശിച്ചതും രാഷ്ട്രീയ ഗുരുവായി സതീശൻ വിശേഷിപ്പിക്കുന്ന ജി. കാർത്തികേയനായിരുന്നു. കെ.എസ്.യുവിലും എൻ.എസ്.യുവിലും സതീശൻ കാഴ്ചവെച്ച പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അക്കാലത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIയുടെ ഉറച്ച കോട്ടയായിരുന്നു. പുതുമുഖങ്ങളെയും യുവാക്കളെയും ഇറക്കി ഇത്തരം കോട്ടകൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സതീശനെ ഇറക്കിയത്. അതുമാത്രമല്ല, തോൽക്കുന്ന സീറ്റിൽ നിൽക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. 1996 വരെ പറവൂർ മണ്ഡലം CPIയുടെ ശക്തമായ സ്വാധീന മേഖലയായിരുന്നു. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയിലെ N. ശിവൻപിള്ളയാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് CPIയും കോൺഗ്രസും ഇവിടെ മാറി മാറി ജയിച്ചിട്ടുണ്ട്. പക്ഷേ 80കൾക്ക് ശേഷം മണ്ഡലം CPIയുടെ ഉറച്ച കോട്ടയായി മാറി. 82ലും 87ലും ശിവൻപിള്ള ഇവിടെ നിന്ന് വിജയം ആവർത്തിച്ചു. 91 ശിവൻപിള്ളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ P. രാജു CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും 2832 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 96 കന്നി അംഗത്തിൽ സതീശനെ 1116 വോട്ടിനാണ് P. രാജു പരാജയപ്പെടുത്തിയത്. അന്ന് അവസാന വട്ടം വരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് വി.ഡി. സതീശൻ തോറ്റത്. തോറ്റുകഴിഞ്ഞിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ച് വി.ഡി. പ്രവർത്തനം തുടർന്നു. അത് ഫലം കണ്ടു. തുടർന്നുള്ള കാലം പറവൂരിൽ ത്രിവർണ പതാകയല്ലാതെ മറ്റൊന്നും പാറിയിട്ടില്ല. 2001 അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തി. അതിനുശേഷം 2006, 2011, 16, 21 വർഷങ്ങളിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി പറവൂർ മണ്ഡലത്തെ കോൺഗ്രസ് കോട്ടയാക്കി. 2001 സതീശൻ തന്റെ ആദ്യ വിജയം നേടിയപ്പോൾ 7434 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. 2006 രണ്ടാമത്തെ വിജയത്തിൽ 7792 വോട്ടിന്റെ ലീഡ് നേടി. 2011 CPIയിലെ പന്ന്യൻ രവീന്ദ്രനെ പരാജയപ്പെടുത്തിയപ്പോൾ ഭൂരിപക്ഷം 11349 വോട്ടായി ഉയർന്നു. 2016 മുൻ മുഖ്യമന്ത്രി P.K. വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനെ 20634 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തോൽപ്പിച്ചത്. 2021 അഞ്ചാം തവണയും വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിച്ച് 21301 വോട്ടായി മാറി. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് പറവൂരിനെ തന്റെ സുരക്ഷിത കോട്ടയാക്കി സതീശൻ മാറ്റി. അത് പുതിയ തലമുറയോട് സതീശൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ വന്നത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ്. അതുപോലെ നിങ്ങളും ഫൈറ്റ് ചെയ്തു വരൂ എന്ന്.